ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. നെല്ലിമോളമാണ് സ്ഥലം. ഓക്കെ, കുറച്ചൊരു ഡിഫറെൻറ്റ് ഒരു തീം വെച്ചിട്ടുള്ളൊരു ഷൂട്ടാണ്. സാരിയാണ്, ബട്ട് ഒരു ഇംപെർഫെക്ഷനാണ് മെയിൻ ഒരു തീം വരുന്നത്. നമ്മൾ പ്രോപ്പർ വേ ഓഫ് സാരി ഉടുത്തിരിക്കണ പോലെ അല്ല ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലുക്സും അതുപോലെയാണ്. ഓർണമെൻറ്റ്സും ഇതല്ല, ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയിൽ പറയാം. ഇതെൻ്റെ ഫസ്റ്റത്തെ മോഡലിംഗ് ഫോട്ടോഷൂട്ടായിരുന്നേ. അതിൻ്റെ എല്ലാം എക്സൈറ്റ്മെൻറ്റും എൻ്റെ മുഖത്തുണ്ടായിരുന്നു. കൂടാതെ തന്നെ അന്നത്തെ എൻ്റെ മേക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കേരളത്തിലെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ മോഡലിംഗ് ഏജൻസി ആയിട്ടുള്ള കൊസേച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഫോട്ടോഷൂട്ട്. കാരണം ഈ ഒരു മോഡലിംഗ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദുബായിലാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓർണമെൻറ്റ്സ് എല്ലാം എൻ്റെ കയ്യിലോട്ട് തന്നു. ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. ആക്ച്വലി ഒരു ചോക്കർ പ്ലസ് അതിൻ്റെ കമ്മൽ ഒരു ചുട്ടി ഉണ്ടായിരുന്നു. ഞാനിത് ആദ്യം വെച്ച് നോക്കിയപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പോവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഔട്ട് വാസ് റിയലി അമേസിങ് ഗൈസ്. ഞാൻ ഇതിൻ്റെ കുറച്ച് പിക്സ് എൻ്റെ അവസാനം അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ. സോ അതുകൊണ്ട് ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. ഒത്തിരി എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടെൻഷനും എനിക്കുണ്ടായിരുന്നു. കാരണം കുറച്ച് റെഫറൻസ് പിക്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ആവാൻ പറ്റുമോ എന്നെനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്രൂ വാസ് റിയലി അമേസിങ്. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ക്രൂ ആയിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ റൂമിൻ്റെ അപ്പുറത്ത് അവരെൻ്റെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഡോർ തന്നെയായിരുന്നു ഷൂട്ട് വരുന്നത്. കുറച്ച് നേരം നമ്മൾ പോസ്റ്റായിരുന്നു അവിടെ, കാരണം അവരത് ഫുൾ സെറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് റിയലി ഡ്രീമിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സെറ്റ് ചെയ്ത്. ഞാൻ ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് കുറേ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അത് പെട്ടെന്ന് അങ്ങനെ വന്നപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഈ ചേട്ടനാണ് ഫോട്ടോസ് ഫുൾ എടുത്തിരുന്നത്. ഈ ചേട്ടൻ്റെ പേര് ജെറി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല കിടിലം പിക്സും കാര്യങ്ങളും എല്ലാം ചേട്ടൻ്റെ അക്കൗണ്ടിലുണ്ട്. കുറച്ച് റെഫറൻസ് ഇമേജസ് എനിക്ക് ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാനൊക്കെ പോസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്നോട് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയ്യിൽ നിന്ന് ഇടുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സിംഗിൾ ഔട്ട്ഫിറ്റിൽ തന്നെയായിരുന്നു എൻറ്റയർ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാരിയിൽ തന്നെ കുറച്ച് എന്താ പറയുക, ഫ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് സിംഗിൾ ഫ്ലീറ്റൊക്കെ ആക്കിയിട്ട് ചെറിയ ചെറിയ പോസസൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദി ഔട്ട്കം. ഈ പിക്ചേഴ്സൊക്കെ എൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരുപാട് എന്താ പറയുക, എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ കുറച്ച് അധികം ഫോട്ടോസാണ് ഇതെല്ലാം. എൻ്റെ ലാസ്റ്റ് വണ്ണാണ് എൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത്. എല്ലാം എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും എല്ലാം പക്കയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഭയങ്കരമായിട്ട് എടുത്ത് പറയാനുള്ളത് ലിൻസിൻ്റെ കാര്യമാണ്. ഇതാണ് ലിൻസ് എൻ്റെ ഫ്രണ്ട് ലിതയുടെ ബ്രദറും കൂടെയാണ്. ആളുള്ളതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. പിന്നെ ഇതാണ് എൻ്റെ ടീം മെമ്പേഴ്സ്. അവരും നല്ല അടിപൊളി ചേട്ടന്മാരായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാം നന്നായി ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് മോഡലിംഗ് ഷൂട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ വ്ളോഗ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.